സുരേഷ് ഗോപി തൃശൂർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പ്രഖ്യാപിക്കട്ടെ രണ്ട് തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തി പ്രചരണം നടത്തി. എത്രത്തോളം ഒരു പ്രതീക്ഷ? പ്രധാനമന്ത്രി പ്രചരണമല്ല നടത്തിയത്. അതിപ്പം ഞാനാണെന്ന് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തൃശ്ശൂര് പോലെ അദ്ദേഹം പല മണ്ഡലങ്ങളിലും പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ എത്രയോ മണ്ഡലങ്ങളിൽ പോയി അല്ലേ? അത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. തൃശ്ശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. അത്രയേ ആണോ? ഏത് ബഡ്ജറ്റ്? ഇല്ല. ഈ കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി സന്ദർശനങ്ങളൊക്കെ. അതിന് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല. അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമില്ല. അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണില്ലേ? അതിനപ്പുറം എന്തോ? സ്നേഹമൊന്നുമില്ല. എന്തിന് സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അയ്യോ, കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കേ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരനായിരുന്നുമില്ല. ഒക്കെ അവര് പറയും. പിന്നല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവര് പറയുമോ? ഇല്ലല്ലോ. പറയൂ, അങ്ങനെ പറയൂ. അവരുടെ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കണം. അത് ജനങ്ങളാണ് പറയേണ്ടത്. വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത്.